ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുടി വളർച്ചയെ സഹായിക്കുന്നു, അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനും സഹായിക്കുന്ന ഒരു കിടിലൻ ഹെയർ പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവരും മുടി വളരുന്നില്ല എന്ന് പരാതിയുള്ളവർക്കും എല്ലാം ചെയ്തു നോക്കാം. നമുക്കതിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തായിട്ട് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ഉലുവയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അത് മുടിയുടെ ആരോഗ്യത്തിന്, മുടി വളർച്ചയ്ക്ക് ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അകറ്റാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കുറേ പേര് ഇതറിയാതെ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ട്. അത്രയും ഗുണമുള്ളതാണ്. പിന്നെ കരിഞ്ജീരകം എന്ന് പറയുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കും. ചെമ്പ മുടിയൊക്കെ ഉള്ളവർ കരിഞ്ജീരകം ചേർത്തിട്ട് ഇതേപോലെ കാര്യങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് മുടിയുടെ ആ ഒരു കളർ നല്ലതായിട്ട് കറക്റ്റായിട്ട് വരാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിനും സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ഒരു ഗ്ലോയ്ക്കും എല്ലാം സഹായിക്കുന്നതാണ്. മുടി വളരാനും എല്ലാം സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതായത് കുറച്ച് നേരം മാത്രം ഒന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വയ്ക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മുടി വേരുകളെ ശക്തിപ്പെടുത്തും. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു ഹെയർ പാക്കിൽ ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സത്തെല്ലാം നമ്മുടെ ആ വെള്ളത്തിലേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ദന്തംപാല ഓയിലാണ്. അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളും അവൈലബിൾ ആണ്. അതിൻ്റെ പൊടിയാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഒരുപാട് പേര് അതിൻ്റെ വിത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ദന്തപാല ഓയിൽ താരൻ, മുടി കൊഴിച്ചിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അതേപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങളുള്ളവർക്ക്, സോറിയാസിസ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് സ്കിന്നിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നതും നല്ല ഒരു റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിലെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് കുറച്ച് സമയം വയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് അരിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കുക. ലിക്വിഡ് ടൈപ്പ് ഹെയർ പാക്കാണ്. അപ്പോൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിലെ ചടയൊക്കെ കളയണം. ഒന്ന് ചീകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എത്ര മിനിറ്റ് ആണോ സാധാരണ വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഷാമ്പു വാഷാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യാം. ഹെർബൽ ഷാമ്പൂസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് മുടിയൊക്കെ ഉണക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.